എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് ചാലക്കുടി CSI സെൻറ് ജോൺസ് ഇടവക വികാരി റവറൻഡ് പ്രൈസ് തൈപ്പറമ്പിൽ അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. പരേതനായ TC ചെറിയാൻ, അമ്മിണി ചെറിയാൻ ദമ്പതികളുടെ മകനായി 1961 മെയ് 2 ജനനം. ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ഡിഗ്രി പഠനവും പൂനെ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിൽ നിന്നും വൈദിക പഠനവും പൂർത്തിയാക്കി. 1992 ബിഷപ്പ് PG കുരുവിളയിൽ നിന്നും വൈദിക പട്ടം ഏറ്റു. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് റവറൻഡ് പ്രൈസ് തൈപ്പറമ്പിൽ. ഇപ്പോൾ ചാലക്കുടി സെൻറ് ജോൺ CSI ചർച്ചിൽ വികാരിയച്ഛനാണ്. ഞാൻ എൻ്റെ ബാല്യകാല ജീവിതം ആലുവ NAD കോമ്പാറയിലാണ്. അവിടെയാണ് ജനിച്ചതും പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ഈ കോമ്പാറയിലായിരുന്നു, ആലുവയിൽ. പിന്നീട് ആലുവ റെയിൽവേ സ്റ്റേഷനടുത്തുള്ളതായ സെൻറ് മേരീസ് ഹൈസ്കൂളിൽ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ എൻ്റെ ഡിഗ്രി പഠനം, കോളേജ് പഠനമൊക്കെ അവിടെയായിരുന്നു. ചെറുപ്പത്തിലേക്ക് ബാല്യകാലത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മാതാവ് ചെങ്ങന്നൂർ സ്വദേശിനിയാണ്. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു നേഴ്സായിരുന്നു. ഡാഡി എടത്വ തലവടി സ്വദേശിയാണെങ്കിലും ആലുവയിലാണ് വളർന്നത്, പഠിച്ചതുമൊക്കെ. ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ ജോലി ലഭ്യമായി. അതിനുശേഷം അവരുടെ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞാണ് ആലുവ NAD കോമ്പാറയിൽ സ്ഥലമൊക്കെ മേടിച്ച് അവിടെ കടന്നു വരുന്നത്. എനിക്കാകെ ഒരു മൂത്ത സഹോദരൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 പേരാണ് മക്കളായിട്ടുള്ളത്. ഞാൻ 1961 മെയ് 2 എൻ്റെ ജനനം എന്ന് പറയുന്നത്. എൻ്റെ മാതാപിതാക്കളുടെ ഇളയ പുത്രനായിട്ടും ഒക്കെ ഞാൻ ജനിക്കുന്നത് 1961 മെയ് 2. ജനിച്ച 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഡിസെൻട്രി പിടിപെട്ടു. ജനിച്ചതിൻ്റെ 2ാമത്തെ ദിവസമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മ ബാല്യകാലത്തെക്കുറിച്ച് അമ്മയൊക്കെ പറയുന്ന പ്രകാരമാണ്, അവർ പറഞ്ഞുള്ള അറിവാണ്. ജനിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസെൻട്രി പിടിപെട്ടു. അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ 2 ദിവസമൊക്കെ കിടന്നു. പക്ഷേ ഈ ജനിച്ച് 2-3 ദിവസം ആയതിൻ്റെ പേരിൽ ഓവർഡോസ് മരുന്ന് കൊടുക്കാൻ കഴിയത്തില്ല. ഡോക്ടർമാർ പറഞ്ഞു, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, നിങ്ങളിനി വീട്ടിലേക്ക് കൊണ്ടുപോവുക, പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് അയച്ചു. എൻ്റെ മാതാവ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ വളർന്നതുകൊണ്ട് വളരെ വ്യസനത്തോടെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഈ കുഞ്ഞിനെ നീ തരുമെങ്കിൽ നിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ ഈ കുഞ്ഞിനെ സമർപ്പിക്കുന്നതായിരിക്കും. എൻ്റെ മാതാവിൻ്റെ ആ അപേക്ഷ, ആ കരച്ചിൽ ദൈവം കേട്ടു എന്നാണ് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞുള്ള അറിവ്. ആ ഒരു എൻ്റെ പൾസും കൂടി വരുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ മാതാവ് ദൈവമേ സ്തോത്രം എന്നുള്ള അർത്ഥത്തിലാണ് എനിക്ക് പ്രൈസ് എന്ന് പേരിടുന്ന അമ്മ. പ്രൈസ് എന്നുള്ള. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ആകെ 3 ക്രിസ്ത്യൻ ഫാമിലി മാത്രമേ NAD കോമ്പാറയിൽ അന്നുണ്ടായിരുന്നുള്ളൂ. 3 ക്രിസ്ത്യൻ ഫാമിലി. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലുള്ളതായ കൂട്ടുകാരൊക്കെ എന്നോട്, കൂടുതലും മറ്റു മതങ്ങളിലുള്ള സഹോദരന്മാരൊക്കെ ധാരാളമുണ്ട്. അവർക്ക് ചോദിക്കാറുണ്ട്, ഈ അച്ഛനായ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, അതിനൊക്കെ പോകണോ എന്നൊക്കെ ധാരാളം പേര് ചോദിക്കാറുണ്ട്. കാരണം അവർക്ക് ഈ കത്തോലിക്ക പുരോഹിതന്മാരെ അറിയത്തുള്ളൂ, അത് കൂടുതലായിട്ട് അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്.
അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ മറ്റു മതത്തിൽപ്പെട്ട സഹോദരന്മാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ കൂടുതലും ഈ പ്രൈസ് അടിച്ചെന്നും പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അന്ന് ഞങ്ങളുടെ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളൊക്കെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ പ്രൈസ് അടിച്ചെന്നും പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ മുമ്പോട്ട് അതിന് ശേഷം സ്കൂളിൽ ചേർത്തപ്പോൾ ഈ പ്രൈസ് അടിച്ച് കളിയാക്കെന്ന് പറയുന്ന സമൂഹത്തിലൊക്കെ പറയാൻ തുടങ്ങിയതുകൊണ്ട് സ്കൂളിൽ ചേർത്തപ്പോൾ അമ്മയുടെ ഫാദറിൻ്റെ പേര് ജോസഫ് എന്നാണ്. അപ്പോൾ ആ പേര് സ്കൂളിൽ ഇട്ടു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. പക്ഷേ നാട്ടിലൊക്കെ പ്രൈസ് എന്നാണ് എന്നെ വിളിക്കുന്നത്. എല്ലാ മതങ്ങളിലും പെട്ടതായ സഹോദരന്മാരായ എൻ്റെ കൂട്ടുകാരും ഇന്നും ഞാൻ അവരുടെ അച്ഛനായപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരൊക്കെ എന്നെ പ്രസംഗിക്കാനൊക്കെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. ഞാനൊരു പട്ടക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട്, ക്രിസ്ത്യൻ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെയൊക്കെ ചെന്ന് അവർക്ക് ആശംസ അറിയിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബൈബിൾ പറയുന്നത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആരാണ് അയൽക്കാരൻ എന്നുള്ളതല്ല, നീ ഒരു അയൽക്കാരനെ പോലെ പെരുമാറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആ ചോദ്യത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി തന്നെ അങ്ങനെയാണ്. നീ ഒരു അയൽക്കാരനെ പോലെ പെരുമാറുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോളേജിലേക്ക് വന്നപ്പോഴേക്കും എൻ്റെ പരിപൂർണമായിട്ട് എൻ്റെ സമർപ്പണ വഴിയിൽ എനിക്ക് താല്പര്യമില്ലാത്ത പോലെയായി കാര്യങ്ങൾ. കലാലയ ജീവിതത്തിനിടയിൽ യുവജന രാഷ്ട്രീയത്തിൽ തൽപരനായി, നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായി. ഫാദർ ജോസഫ് വടക്കൻ നേതൃത്വം നൽകിയിരുന്ന കേരള പ്രതികരണ വേദി എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലുവ മണ്ഡലത്തിൽ കേരള പ്രതികരണ വേദി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അന്ന് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രൈസ് തൈപ്പറമ്പിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. അത് കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. ആദ്യം യൂത്ത് കോൺഗ്രസ്സിൽ, പിന്നീട് സഞ്ജയ് വിചാർ മഞ്ച് എന്ന് പറയുന്ന പാർട്ടിയുടെ അതിൻ്റെ യുവജന സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു. മഹാരാജ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഫാദർ വടക്കനായിട്ട് പരിചയപ്പെടുന്നത്. പ്രതികരണ വേദി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവായിരുന്നു ഫാദർ വടക്കനായിട്ട് പരിചയപ്പെട്ടു. അത് എനിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ ഞാൻ ഈ പ്രസ് രജിസ്ട്രാർ ഓഫ് ഇന്ത്യയുടെ ലൈസൻസോടുകൂടി നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന ഒരു സ്വന്തം മാസികയുടെ പത്രാധിപരായി. എനിക്ക് അതിൻ്റെ ലൈസൻസ് കിട്ടി. അത് പല നടീനടന്മാരെയൊക്കെ ഞാനന്ന് ഇൻ്റർവ്യൂ ചെയ്തു. അതൊക്കെ ഈ മാസികയിൽ അച്ചടിച്ച് വന്നു. അപ്പോൾ ഈ സമയത്തൊക്കെയാണ് ഫാദർ വടക്കനെയും പരിചയപ്പെടുന്നത്. ഈ ഫാദർ വടക്കനോട് കൂടിയുള്ള കൂട്ടുകെട്ട്, അദ്ദേഹമായിട്ട് തൃശ്ശൂരിലും പലയിടങ്ങളിലൊക്കെ ഞാൻ മീറ്റിങ്ങിനൊക്കെ പോകുമായിരുന്നു. കുടിയിറക്കിനെതിരെയുള്ള സമരങ്ങൾ അദ്ദേഹം പലയിടങ്ങളിലൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഞാനുണ്ടായിരുന്നുള്ളതാണ്. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഫാദർ വടക്കൻ്റെ പ്രതികരണ വേദിയുടെ കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥി, 3 സ്ഥാനാർത്ഥികളെ നിർത്തി. അതിനകത്ത് ആലുവയിലെ സ്ഥാനാർത്ഥി ഞാനായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു. 1987 കേരള നിയമസഭയിലേക്ക് കേരളത്തിലെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ചു. എനിക്ക് 1000 എൻ്റെ അടുത്ത് വോട്ട് നേടിയെങ്കിലും അന്ന് ഞാനതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭവനങ്ങളൊക്കെ കയറി വോട്ട് ചോദിച്ചതും, അതുപോലെ വോട്ടെണ്ണുന്ന സ്ഥലത്ത് കയറുവാൻ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ കയറുവാൻ സാധിച്ചതും, അതൊക്കെ ഇന്ന് പല കവലകളിലൊക്കെ പ്രസംഗിച്ചൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് വലിയൊരു അത്ഭുതമായിട്ട് അതൊക്കെ നിൽക്കുക. ഈ ഫാദർ വടക്കൻ ആയിട്ടുള്ള കൂട്ടുകളിൽ ഫാദർ വടക്കൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, മാതാപിതാക്കൾ ഇതിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് വേറൊരു വഴിക്ക് തിരിഞ്ഞു നോക്കരുത്, അത് അവരെ വിഷമിപ്പിക്കരുത് എന്നോട്. ഇതെൻ്റെ മാനസികമായ പിരിമുറുക്കം പലപ്പോഴും എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്.
പക്ഷേ ഞാൻ മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ ഈ ഫാദർ വടക്കൻ എൻ്റെ ഈ ശുശ്രൂഷയിലേക്കുള്ള ഉത്തേജനത്തിൻ്റെ രണ്ടാമത്തെ കാരണക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഓരോ വഴിയാണല്ലോ ഓരോരുത്തർക്ക്. അപ്പോൾ ആദ്യം എനിക്ക് താല്പര്യമില്ലാതെയെങ്കിലും ഫാദർ വടക്കനെ കണ്ടുമുട്ടിയത് മുതൽ വടക്കനച്ഛൻ എന്നെ ഇത് ഇടയ്ക്ക് ഓർപ്പിക്കുന്നത് കൊണ്ട് വടക്കനച്ഛൻ എൻ്റെ ഈ ശുശ്രൂഷയിലേക്കുള്ള ഉത്തേജനത്തിന് ഒരു വഴികാട്ടിയായി നിന്നു എന്ന് ഞാൻ മനസ്സിലാക്കുക. അത് വലിയൊരു കാര്യമാണ്. കൊച്ചി മഹാ ഇടവകയുടെ മുൻ വൈദിക സെക്രട്ടറി, സിനഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, CSI സിനഡിന്റെ 4 മഹാ ഇടവകകളുടെ ബിഷപ്പ് സെലക്ഷൻ കമ്മിറ്റി അംഗം, കൊച്ചി മഹാ ഇടവകയുടെ മുൻ ബിഷപ്പ് കമ്മീസറി എന്നീ നിലകളിലും റവറൻഡ് പ്രൈസ് തൈപ്പറമ്പിലച്ചൻ ശുശ്രൂഷകൾ ചെയ്തു. അപ്പോൾ ഈ വടക്കനച്ഛനോടുള്ള ബന്ധവും ഈ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവന നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളൊക്കെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ എനിക്ക് വളരെയധികം കരുത്ത് പകർന്നു എന്നുള്ളതാണ്. ഈ എലക്ഷൻ കഴിഞ്ഞ 1987 കളമശ്ശേരി രാജഗിരിയിൽ വെച്ച് ഒരു CSI ഉത്തര കേരള മഹായിടവകയുടെ ഒരു യുവജന കോൺഫറൻസ് നടക്കുകയാണ്. അപ്പോൾ ആ യുവജന കോൺഫറൻസ് അതിനകത്ത് ഞാൻ പങ്കെടുത്തുമായിരുന്നു. അപ്പോൾ ആ യുവജന കോൺഫറൻസ് കഴിഞ്ഞ് ഡാഡി അന്നത്തെ ഞങ്ങളുടെ തിരുമേനിയായിരുന്ന സേത്ത് തിരുമേനി, ഇന്ന് ദിവംഗതനായ സേത്ത് ബിഷപ്പിനോട് എൻ്റെ സെമിനാരി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. സേത്ത് തിരുമേനി 87 തന്നെ എന്നെ പെരിന്തൽമണ്ണ CSI ചർച്ചിൻ്റെ ചർച്ച് വർക്കറായിട്ട് ഒരു 4 മാസം എന്നെ അപ്പോയിൻ്റ് ചെയ്തു. 5-ാമത്തെ മാസമായപ്പോഴത്തേക്കും എന്നെ പൂന തിയോളജിക്കൽ സെമിനാരിയിൽ, യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിലേക്ക് പഠിക്കാൻ വിടുകയാണ് സേത്ത് തിരുമേനി. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി. 4 വർഷം അവിടെ പഠിച്ചു. 1992 ഞാൻ അഭിവന്ദ്യ എന്ന ദിവംഗതനായ PG കുരുവിള തിരുമേനിയാണ് എന്നെ ഓർഡിനേഷൻ തരുന്നത് 1992. എന്നിട്ട് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് മാനന്തവാടിക്കടുത്തുള്ള തൃശ്ശിരയിലിൽ ഡീക്കനായി. അതിനുശേഷം മാനന്തവാടിയിൽ ഞാൻ പിറ്റേ വർഷം തന്നെ അവിടുത്തെ പ്രസ്പിറ്ററായി. അപ്പോൾ 1992 മുതൽ ശുശ്രൂഷയിൽ ദൈവം കൃപ ചെയ്ത് ഞാനിങ്ങനെ മുമ്പോട്ട് പോകുന്നു. ദൈവം തന്ന എല്ലാ നന്മകൾക്കായിട്ടും ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 1992 മുതൽ ഞാൻ ഈ പ്രേക്ഷിത വേലയിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ള 34 വർഷമായി ആ പ്രേക്ഷിത വേലയിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഈ പല ആളുകളും സാധാരണഗതിയിൽ നാം എല്ലാവരും പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് സംസാരിക്കുന്നവരാണ് പലപ്പോഴും. പക്ഷേ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ചിലപ്പോഴൊക്കെ മാത്രമാണ് എന്ന് ദൈവവചനത്തിലൂടെയും നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെയും നമുക്ക് പലപ്പോഴും അത് തിരിച്ചറിയുവാൻ, കാണുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. വിശ്വാസവീരന്മാരൊക്കെ ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, ദൈവവിളി അവർ കേൾക്കുക കൂടി ചെയ്തവരാണ്. അതുകൊണ്ടാണ് അവരൊക്കെ ഏത് പ്രതിസന്ധിയിലും, ഏത് തളർച്ചയിലും, ഏത് വൈതരണികളിലും അതെല്ലാം അവർ ധീരന്മാരായി അവർക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞത് ആ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവിളിയില്ലാതെ ഈ ശുശ്രൂഷയിൽ നിൽക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ദൈവവിളി വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ പേരിനുള്ളിൽ തന്നെ, എൻ്റെ പേരിൻ്റെ ഉള്ളിൽ ദൈവവിളിയുടെ അർത്ഥം അത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ അമ്മ ഇട്ട പേരാണെങ്കിലും ആ ദൈവവിളി ഈ പേരിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ പരിപൂർണമായിട്ടത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരെയും ദൈവം വിളിച്ചതും ദൈവം തൻ്റെ വേലയ്ക്ക് വിളിച്ചിറക്കുന്നതും തുടർന്ന് ആ ശുശ്രൂഷ നിലനിൽക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നതൊക്കെ ആ ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 34 വർഷം ഈ ശുശ്രൂഷകൾ നിൽക്കുവാൻ കഴിഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ സകലവും ദൈവകൃപ മാത്രം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇന്ന് ഞാനായിരിക്കുന്നത് ദൈവകൃപയാണ് നമ്മളെ ഓരോരുത്തരെയും ഇതിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. CSI ഉത്തര കേരള മഹായിടവകയിലെ പട്ടക്കാരനായിട്ടും അതുപോലെ ശേഷം കൊച്ചിൻ മഹായിടവകയിലെ പട്ടക്കാരനായിട്ടും ഒക്കെ 34 വർഷം
ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. കൊച്ചിൻ മഹായിടവകയുടെ സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ടും, അതുപോലെ പിന്നീട് കൊച്ചിൻ മഹായിടവക വൈദ്യ സെക്രട്ടറി ആയിട്ടും, അതുപോലെ CSI സെനഡിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും വിവിധ കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിപ്പാനും, CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ 4 ബിഷപ്പന്മാരെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമാകുവാനും എല്ലാം കഴിഞ്ഞത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവകൃപ മാത്രം എന്ന് ഞാൻ മാത്രമല്ല, പല ലഹരി വിരുദ്ധ കോൺഫറൻസിൽ ഒക്കെ കടന്നു പോകുവാനും 18 രാജ്യങ്ങളിൽ ഒക്കെ കടന്നു ചെല്ലുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. അതെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവകൃപ എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 92 പട്ടക്കാരനായി പറഞ്ഞ് 34 വർഷമായി. ഈ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറഞ്ഞ പോലെ ഞാൻ ആയിരിക്കും ദൈവകൃപ. കഴിഞ്ഞ വഴിത്താരയിൽ മൺമറഞ്ഞു പോയതായ എൻ്റെ മാതാപിതാക്കൾ, അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകരുണ്ട്, അതുപോലെ സഭാജനങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിളിച്ച ദൈവം വിശ്വസ്തൻ. നിരന്തരമായ സാമൂഹികമായ പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മുടെ ശബ്ദം എന്ന മാസിക ആരംഭിച്ച് അതിൻ്റെ പത്രാധിപരുമായി പത്രപ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റവറൻ പ്രൈസ് തൈപ്പറമ്പിൽ ദൈവവിളി കേട്ട് തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഇന്നതെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തീയ ശുശ്രൂഷകളിലേക്ക് ആകൃഷ്ടനാവുകയായിരുന്നു. കഴിഞ്ഞ 34 വർഷങ്ങളായി ക്രിസ്തു സ്നേഹത്തിൽ അധിഷ്ഠിതമായി നിരവധിയായ പ്രവർത്തനങ്ങളിൽ സജീവമാണ് റവറൻ പ്രൈസ് തൈപ്പറമ്പിൽ. ഞാൻ ഈ വടക്കനച്ചനെ പരിചയപ്പെടുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ഫിലോസഫി പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്. സുജാത ടീച്ചറിന് സുഗതകുമാരി ടീച്ചറിൻ്റെ, കവയിത്രി സുഗതകുമാരി ടീച്ചറിൻ്റെ അനിയത്തിയായിരുന്നു സുജാത ടീച്ചർ. ഈ സുജാത ടീച്ചർ ആണ് ഒരു എറണാകുളത്തൊരു പ്രോഗ്രാമിലൂടെ ഈ അന്ന് വടക്കനച്ചൻ അവിടെ വരുന്നു, വടക്കനച്ചനെ പരിചയപ്പെടുവാനൊക്കെ ഇടയായത് അങ്ങനെയാണ്. വടക്കനച്ചൻ്റെ ഞാൻ പറഞ്ഞല്ലോ, വടക്കനച്ചൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പുരോഹിതനായാൽ വേറെ പക്ഷേ വടക്കനച്ചനാണ് ഇങ്ങനെ സ്വാധീനം. മറ്റുള്ള കാര്യങ്ങൾ, സാമൂഹ്യ സേവനം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളൊക്കെ പുരോഹിതന്മാർക്ക് നടത്താം എന്നുള്ളതായ ഒരു കാര്യങ്ങളൊക്കെ അച്ഛൻ എന്നെ കാണിച്ചു തന്നു. ഒക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ മാനന്തവാടിയിൽ ആയിരുന്നപ്പോൾ, മാനന്തവാടിയിൽ ഒരു ദിവസം തൃശ്ശിലേരിക്ക് പോകണം രാത്രി, വൈകിട്ട് ഒരു 6 മണിക്ക്. 6 മണിക്ക് ശേഷം അങ്ങോട്ട് ബസ്സില്ല. അപ്പോൾ അവിടെ കുറേ പേര് കൂടി വന്ന ആളുകാരൊക്കെ കൂട്ടി ഞങ്ങളൊരു ട്രാൻസ്പോർട്ട് ഓഫീസിലേക്കൊരു ജാഥയൊക്കെ നടത്തി. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതെല്ലാം ഈ അച്ഛൻ്റെയൊക്കെ ഇതിൽ നിന്ന് എനിക്ക് പ്രചോദനം കിട്ടിയ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കുമ്പോൾ അവിടെയൊക്കെ മാത്രം വടക്കനച്ചൻ എന്നെ ഇതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഒരു പ്രചോദനം, ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു മുഖ്യ പ്രചോദനം മാത്രമല്ല, എൻ്റെ പള്ളിയിൽ CSI ചർച്ചിൽ അന്നത്തെയൊക്കെ ഇരുന്നായ ഓരോ അച്ഛന്മാർ, അവരുടെയൊക്കെ ഓരോ പ്രാർത്ഥനകൾ, അവരുടെയൊക്കെ പ്രസംഗങ്ങൾ, അതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതൊക്കെ പക്ഷേ ഈ ശുശ്രൂഷ വഴികളിലേക്ക് അതെല്ലാം ഒരു കൂട്ടായി നിന്നിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അവരെല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയും ചെയ്യാം. അന്ന് വടക്കനച്ചനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ സമയത്താണ് ഞാൻ ഈ പത്രം, നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന ഈ സ്വന്തം മാസിക തുടങ്ങുന്നത്. സ്വന്തം മാസിക പ്രസ് രജിസ്ട്രാർ ഓഫ് ഇന്ത്യയുടെ അതിൻ്റെ ലൈസൻസ്, ഡൽഹിയിൽ നിന്നുള്ള പ്രസ് രജിസ്ട്രാർ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് അന്നുണ്ട്. അതൊക്കെ ഈ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ എന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ പ്രസ് രജിസ്ട്രാർ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് എനിക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മുടെ ശബ്ദം എന്ന മാസിക തുടങ്ങുന്ന. കുറേ അന്ന് ഈ പ്രസ് രജിസ്ട്രാർ ഓഫ് ഇന്ത്യയുടെ ഐഡൻറ്റി കാർഡ് ഉണ്ടായതുകൊണ്ട്, പ്രസ് ഐഡൻറ്റി കാർഡ് ഉണ്ടായതുകൊണ്ട് പലരെയൊക്കെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ വലിയ വലിയ നടീനടന്മാർ, ഞാൻ മാള അരവിന്ദൻ, അങ്ങനെ കുറേ പേര്, ശങ്കരാടി, അങ്ങനെയുള്ളവരൊക്കെ വീടുകളിൽ പോയി അവരൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തായ പടങ്ങളൊക്കെ നമ്മുടെ ശബ്ദം മാസികയിലൊക്കെ അത് ഇൻ്റർവ്യൂ ചെയ്തായ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അനേകരെ ഇൻ്റർവ്യൂ ചെയ്യുവാനും അതിനൊക്കെ അന്ന് സ്വാധീനിച്ചു. അന്ന് അതെനിക്ക് വലിയ അതിനുള്ള കൃപ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ, ഇന്ന് അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങൾ. 1990 ഞാൻ സെമിനാരിയുടെ ഭാഗം തന്നെയായിട്ട് ഒരു 6 മാസം മുളവുകാട് എന്ന് പറയുന്ന സഭയിലുണ്ട്. അന്ന് കേരള ടൈംസ് മുഖപത്രത്തിൻ്റെ, കേരള ടൈംസ് ആ പത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടറായിട്ട് ഞാൻ കുറച്ച് നാൾ ഫ്രീ ആയിട്ട് ജേർണലിസം പഠിക്കുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അവിടെയും കുറച്ച് നാളുണ്ടായിരുന്നു.
അവരുടെയൊക്കെ പ്രചോദനങ്ങളൊക്കെ. അന്ന് ഞാൻ എറണാകുളം ഏരിയയിലൊക്കെ റിപ്പോർട്ടറായിട്ട് പലയിടങ്ങളിലും കേരള ടൈംസിന് വേണ്ടി പോകുമായിരുന്നു. അതൊക്കെ ഈ ജേർണലിസത്തിലേക്കുള്ളതായ ഒരു വലിയ ചുവടുവെപ്പായിരുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനൊക്കെ ഈ 34 വർഷം ദൈവം നടത്തിയ വിധങ്ങളും വഴികളൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി മാത്രമേ എനിക്ക് വായിലുള്ളൂ. പെരുമ്പാവൂർ മാർത്തോമ വിമൻസ് കോളേജിൽ പ്രിൻസിപ്പൽ ഇൻചാർജായി റിട്ടയർ ചെയ്ത ഭാര്യ ഡോക്ടർ ജിജി ജോർജിനൊപ്പം പെരുമ്പാവൂരിൽ താമസിച്ച് നിരവധിയായ ക്രിസ്തീയ ശുശ്രൂഷകളും സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തി ജീവിതം തുടരുകയാണ് റവറൻഡ് പ്രൈസ് തൈപ്പറമ്പിൽ. ക്രിസ്ത്യൻ ലഹരി വിരുദ്ധ പ്രവർത്തന രംഗത്തിലൂടെ ഞാൻ ഇതിനകത്തെ ലഹരി വിരുദ്ധ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന്. കാരണം ഒരു പട്ടക്കാരൻ എന്നുള്ള നിലയിൽ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, 33-ാം അധ്യായത്തിലെ 7-ാം വാക്യം. നിന്നെ ഈ സമൂഹത്തിനൊരു കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ ദുഷ്ടനോട് അവൻ്റെ അകൃത്യങ്ങളെക്കുറിച്ച് പറയണം. അവൻ അത് പറഞ്ഞില്ലെങ്കിൽ അവൻ നശിക്കും, അവൻ്റെ പ്രാണൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ഇത് പറഞ്ഞിട്ടും അത് ദുഷ്ടതരമാണ്, നീ ഇത് ചെയ്യരുത്. അത് പറഞ്ഞിട്ടും അവൻ തുടർന്നാൽ അവൻ നശിച്ചോളും, നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഈ ലഹരിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ ഏത് തരത്തിലുള്ള ലഹരിയാണെങ്കിൽ അത് അവരെ നശിപ്പിക്കും എന്ന് പറയേണ്ടതൊരു ബാധ്യത നമുക്കുണ്ട്. അത് തീർച്ചയായിട്ടും അത് പറഞ്ഞില്ലെങ്കിൽ അവൻ നശിക്കും, അവൻ്റെ പ്രാണൻ നമ്മോട് ചോദിക്കും. ഇത് എന്നെ ആകൃഷ്ടനാക്കിയ ഒരു നല്ലൊരു വാക്യമാണ് ഈ ലഹരി വിരുദ്ധ രംഗത്തേക്ക് ഇറങ്ങിയത്. മാത്രമല്ല എൻ്റെ വൈഫൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ രംഗങ്ങളിലൊക്കെ ഉണ്ട്. എൻ്റെ വൈഫ് ഡോക്ടർ ജിജി ജോർജ് പെരുമ്പാവൂർ മാർത്തോമ വിമൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഇൻചാർജായിട്ട്, അവിടെ മാത്തമാറ്റിക്സ് ടീച്ചറായിരുന്നു വർഷങ്ങളായിട്ട്. ഞാൻ കല്യാണം 1996 ഞാൻ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച് വർഷങ്ങളായിട്ട് അവിടെ മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസറായിരുന്നു. അതിനുശേഷം അവിടുത്തെ പ്രിൻസിപ്പൽ ഇൻചാർജായിട്ട് റിട്ടയർ ചെയ്തു. എനിക്കൊരു മകളാണ് ദൈവം എനിക്ക് നൽകുന്ന സ്നേഹ ഭർത്താവ് കെവിനുമായിട്ട് ജർമ്മനിയിലാണ് താമസം. അവർക്കൊരു കൊച്ചുമുണ്ട്. പക്ഷേ അവർക്ക് ജോലിയുണ്ടെങ്കിലും കെവിനൊക്കെ ജോലിയുണ്ടെങ്കിലും അവരും ഈ ദൈവ വഴികളിലൊക്കെ നിൽക്കുന്നു. പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവരും നിൽക്കുന്നു. ഇതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഇന്നതെന്ന് മനസ്സിലാക്കി ക്രിസ്തു സ്നേഹത്തിൽ, സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷകളിലൂടെ ജീവിതം തുടരുന്ന ചാലക്കുടി CSI സെയിൻറ് ജോൺസ് ഇടവക വികാരി റവറൻഡ് പ്രൈസ് തൈപ്പറമ്പിൽ അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.